അവരൊന്നും പറയുന്നില്ല. ബുഖാരിയുടെ ഹദീസിനെ തള്ളുന്ന കേരളത്തിലുള്ള ആധുനിക അതാവ് അങ്ങനെ ആക്കാതിരിക്കും. ഇസ്ലാമിന്റെ വെളിയിലേക്ക് പോയ മനുഷ്യനാണ് ചെയ്യുന്നത്. അദ്ദേഹം ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബുഖാരിയുടെ ഹദീസിനെ തള്ളുക എന്നുള്ളത്. ബുഖാരിയുടെ ഹദീസിനെ തള്ളുന്ന കേരളത്തിലുള്ള പുതിയ മൗലവിയാണോ അല്ല എനിക്കറിയില്ല. ഒരു വ്യക്തിയെ നാം പരിദോഷിക്കുകയല്ല, ഒരു വ്യക്തിയുടെ ആശയമാണ് സംസാരിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിനും നല്ല ഹിദായത്ത് അള്ളാഹു കൊടുക്കട്ടെ. ബുഖാരിയുടെ ഹദീസിനെയാണ് തള്ളുന്നത്. ഒരു സേവനം പറഞ്ഞേ ഉള്ളൂ. എനിക്ക് അവരിൽ രക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം അതില്ലാന്ന് പറയുകയില്ല. കാരണം രക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് പറയുന്നതാണ് ഇവിടെ മനസ്സിൽ. രക്ഷയുണ്ടെങ്കിൽ ശിക്ഷയുണ്ടാവും. ഈ ശിക്ഷ ഉണ്ടാക്കണം നമുക്ക് തന്നെ നിർബന്ധം അതല്ല. ദീൻ അങ്ങനെയാണുള്ളത്. ഖബറില് മനുഷ്യന്മാർക്ക് അനുഭവിക്കുന്ന ജീവൻ ഉണ്ടാകും എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണല്ലോ. അതിൽ വിശ്വാസമില്ലാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ. ജീവനുണ്ട്, ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റും, അതാണ് നമ്മുടെ വിശ്വാസം. ദുനിയാവിൽ വെച്ച് നിസ്കരിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് മരിച്ചു പോയാൽ ഖബറിൽ വെച്ച് നിസ്കരിക്കും. ലാ സലാത്ത തക്ലീഫിൻ വലാകിൻ സലാത്ത തൻസീഹിൻ വതനസ്സുഹിൻ. നിർബന്ധ നിസ്കാരമല്ല, അല്ലാഹുവിനെ വാഴ്ത്തുന്ന നിസ്കാരവും സ്വയം ആനന്ദിക്കുന്ന നിസ്കാരം. മിഅ്റാജിന് പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ അലൈഹിസ്സലാമിന്റെ ഖബറിൽ വെച്ച് മൂസാ അലൈഹിസ്സലാം ഖായിമൻ യുസല്ലി നിന്ന് നിസ്കരിക്കുന്നത്, മൂസാ അലൈഹിസ്സലാം നിന്ന് നിസ്കരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു, കേട്ടു, കണ്ടു. പല സഹാബികളും നേരത്തെ മരണപ്പെട്ടു പോയവർ ഖബറിൽ വെച്ചുകൊണ്ട് ഓതുന്നത് കേട്ടു. അതൊക്കെ തന്നെ ഞാൻ പോവല്ല, പല നടക്കുമോ ഇതൊക്കെ നടക്കുന്നില്ല. കുറെ ആളുകൾക്ക് വെറുതെ ഞാനുണ്ടാവും. ഈ അടുത്ത് തന്നെയുള്ള ദിവസം നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ആളുകൾക്ക് ഭയങ്കര സംശയം. നേരത്തെ ഇവിടെ സ്ഥലം പറഞ്ഞല്ലോ, സ്ഥലം പറഞ്ഞല്ലോ. ഈ അദ്ദേഹത്തിന്റെ അക്ഷയം തുടങ്ങി പറഞ്ഞ സംശയം സംഭവം സിമ്പിളാണ്. ഈ കഥാപത്തി ഷക്കല്ലോ അത് കുറച്ച് ഓവർലാണ് നോക്കേണ്ടത്. രണ്ട് കഷ്ണമായിട്ട് മക്കത്തേക്ക് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മള് പിന്നെ പറയാൻ പറ്റുമെന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഈ 14 ലക്ഷം കിലോമീറ്റർ മുകളിൽ ഇങ്ങനെ ഈ സൂര്യനെ ഈ ചന്ദ്രനാഥ വെച്ചത് അല്ലോ. ഞാൻ ഈ ഫോൺ എടുത്തിട്ട് ഇപ്പൊ ഇവിടെ വെച്ചു. ഇപ്പൊ ഫോൺ എടുത്ത് ഇവിടെ വെച്ച എനിക്ക് ആ ഫോൺ എടുത്ത് ഇവിടെ വെക്കാൻ പറ്റണ്ടേ? ഈ ഫോൺ എടുത്ത് എനിക്ക് ഇവിടെ വെക്കാനും പറ്റണ്ടേ? അല്ലാതെ എനിക്ക് ഈ ഫോൺ എടുത്ത് ഇവിടെ വെക്കാനേ പറ്റുമെന്ന് പറ്റുമോ? ഇല്ല. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഭൂമിയിൽ നിന്ന് 14 ലക്ഷത്തി സംതിങ് കിലോമീറ്റർ മുകളിൽ നിലവിൽ ചന്ദ്രനെ വെച്ചതാരം അല്ലാഹു. അവിടെ വെച്ച അല്ലാഹുവിനെ ആ ചന്ദ്രനെടുത്തിട്ട് പുകയിലിടാൻ പറ്റണ്ടേ? മക്കത്ത് വെക്കാനും പറ്റണ്ടേ? മലപ്പുറത്ത് വെക്കാനും പറ്റണ്ടേ? അല്ലെങ്കിൽ എന്ത് വരും? അല്ലാഹുവിനെ ചന്ദ്രൻ അവിടെ വെക്കാനേ പറ്റൂ, ഇവിടെ വെക്കാൻ പറ്റില്ല എന്ന് വരും. അപ്പൊ ചന്ദ്രൻ പിളർന്നു എന്നുള്ളത് ഖുർആനിൽ ഉണ്ട് എന്നുള്ളതാണ്. ഖുർആൻ ശരിയാണെന്നതിന്റെ തെളിവ്. ചന്ദ്രൻ പിളർന്നു എന്ന് ഖുർആനിൽ ഉണ്ട് എന്നുള്ളതാണ് ഖുർആൻ ആധികാരികമാണെന്നതിന്റെ തെളിവ്. അല്ലാഹു അന്നൽ ഖുവത ലില്ലാഹി ജമീഅ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് ഖുർആൻ ഒരിടത്തും ഒഴിവാക്കുന്നില്ല. നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം എന്റെ വിഷയം കൊണ്ട് കൊണ്ടുപോയതല്ല. യുക്തിക്ക് നിരക്കാത്ത സംഗതികളെ മുഴുവൻ തള്ളി സർവവേദ ഇസ്ലാം കൊണ്ടുവരിക. ക്രിസ്ത്യൻസിന്റെ ബൈബിൾ ഇഞ്ചിലാന്ന് പറയുക, ഹിന്ദുക്കളുടെ വേദങ്ങൾ നമുക്ക് അംഗീകരിക്കാമെന്ന് പറയുക. ശരിയുള്ള വാദമല്ല. ലോകത്തുള്ള എല്ലാ അറിവുകളും അല്ലാഹുവിൽ ആയതുകൊണ്ട് എല്ലാ മതദർശനങ്ങളിലും പറയുന്ന കാര്യങ്ങൾക്ക് സ്വാഭാവികമായ സമാനത വരും, യാതൊരു സംശയവും. ഇസ്ലാമിന്റെ വിശ്വാസപ്രകാരം 4 കിതാബും പിന്നെ നമ്മൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട് 100 ഏടും. ഒരു മലയാള 4 കിതാബിനെ തൽക്കാലം 7 എന്നൊക്കെ പറയാം. 104
ഓർമ്മയില്ല. ഈ 4 ഏട് നമുക്ക് അറിയാം. ഖുർആനും തൗറാത്തും ഇഞ്ചീലൊക്കെ പോയി. ബാക്കി 100 ഏടാണ് പോയി. 100 ഏട് ഈ പറയുന്ന പോലെ മറ്റു മതദർശന ഗ്രന്ഥങ്ങളാണ്. അള്ളാഹുവിൽ നിന്നല്ലാതെ പ്രവാചകന്മാർ മുഖേനയല്ലാതെ ഇൽമു വന്നിട്ടില്ല. ഇത് കാലാന്തരായ രൂപാന്തരപ്പെട്ടു. അതിൽ ഇസ്ലാമിന്റെ തൗഹീദുമായി റിസാലത്തുമായി യോജിക്കുന്ന ഭാഗം ഉണ്ടാവും. മാനുഷികമായ തത്വങ്ങളൊക്കെ അവർക്ക് ഒരുപോലെയല്ലേ? അപ്പോ മറ്റു വേദഗ്രന്ഥങ്ങളിൽ വിശുദ്ധ ഖുർആനുമായി യോജിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാവണം. ഉണ്ടല്ലോ എന്നല്ല, ഉണ്ടാവണം. ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഖുർആൻ ശരിയാവുന്നത്. ഋഗ്വേദങ്ങളിൽ, മറ്റു വേദങ്ങളിൽ, മുൻവേദങ്ങളിൽ, പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ, സങ്കീർത്തന പുസ്തകത്തിൽ, നിയമപുസ്തകത്തിൽ, എന്തിനേറെ തിരുക്കുറളിൽ പോലും, തിരുവള്ളവരുടെ പ്ലാറ്റോയുടെ റിപ്പബ്ലിക്കിൽ പോലും, അരിസ്റ്റോട്ടലിന്റെ ഈസാബുജിയിൽ പോലും, എല്ലാ ആചാര്യ ഗ്രന്ഥങ്ങളിലും ദാർശനിക തത്വസംഹിതകളിലും വിശുദ്ധ ഖുർആനുമായി ഒക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവണം, ഉണ്ടായേ പറ്റൂ. പക്ഷേ അതിനെ വിശ്വസിക്കലും അത് ഖുർആൻ പോലെ വേദമാണെന്ന് കരുതലും കുഫ്റാണ്. കാരണം കുടിക്കണം എന്നല്ല കയ്യെത്തുക. ഷിഫ്റ്റ് ആയിട്ട് ദാഹിക്കുന്നവർക്ക് പോയിട്ട് കാപ്പ് പിടിച്ചു വരാൻ കണക്കില്ലത്. സ്വാഭാവികമായിട്ട് സാമ്യത വരും.